പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ ഓറിയന്റേഷൻ ഇഫക്റ്റ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഗതി. ഓറിയന്റേഷൻ ഇഫക്റ്റ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ്. അത് നമ്മൾ പറഞ്ഞു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്, അതുപോലെ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തന്നെ ഇതിന്റെ ഇഫക്ട്സ് വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. NH2, NHR, NR2, OH, OR ഒക്കെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അവരൊക്കെ ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. അതുപോലെ മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. NHCOR, OCOR ഒക്കെ മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അതും ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് ഹാലജൻസും ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. പിന്നെ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് CHO, COR, COH, COCl. അതൊക്കെ മെറ്റാ ഡയറക്ടേഴ്സ് ആണ്. സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള CN, SO3H, NR3+ ഒക്കെ NO2 ഒക്കെ എന്താണ് മെറ്റാ ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺസും നമ്മളെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി, പ്രത്യേകിച്ച് ജാം എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഓറിയന്റേഷൻ ഇൻ ബെൻസീൻ വിത്ത് മോർ ദാൻ വൺ സബ്സ്റ്റിറ്റ്യൂവന്റ്. അല്ലെ, മോർ ദാൻ വൺ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ ഇഫക്റ്റ് എങ്ങനെയാണ്. ഓക്കെ, പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ്, നാഫ്തലീന്, ആന്ത്രസീന് പോലുള്ള കോമ്പൗണ്ട്സുകളെ കുറിച്ചും ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം ശ്രദ്ധിക്കാം, ഓറിയന്റേഷൻ ഇൻ ബെൻസീൻ വിത്ത് മോർ ദാൻ വൺ സബ്സ്റ്റിറ്റ്യൂവന്റ്. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഓറിയന്റേഷൻ. ഇത് നമ്മൾ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫിനേക്കാൾ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫിനേക്കാൾ കൂടുതൽ ജാം ടൈപ്പ് എക്സാമിനേഷൻ ആണ് ഇത് കൂടുതൽ ചോദിക്കുക. ഈ ഏരിയ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അതിലൊരു കേസ് ഇതാണ്, ഗ്രൂപ്പ്സ് ഓൾറെഡി ഓൺ ബെൻസീൻ റിംഗ് റീഇൻഫോഴ്സ് ഈച്ച് അതർ. രണ്ടും പരസ്പരം റീഇൻഫോഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ ഒരേ പൊസിഷനിലേക്ക് തന്നെ ഡയറക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് വരുന്ന കേസ്. ഉദാഹരണത്തിന് ഇപ്പൊ 1,3-ഡൈമീഥൈൽ ബെൻസീൻ, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ഇതിന് നമ്മൾ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ഉദാഹരണത്തിന് ഐ എം നൈട്രേറ്റിംഗ് ദിസ് കോമ്പൗണ്ട്, കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ? എവിടെ ആയിരിക്കും ഈ ഗ്രൂപ്പ് പോവാ? NO2 ഗ്രൂപ്പ് എവിടെയാ പോവാ? CH3ന്റെ പാര ആയിരിക്കും. CH3 വീക്ക്ലി ആക്ടിവേറ്റിംഗ് അല്ലേ? ഓക്കെ, അതായത് രണ്ടും വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോ ഇതിന്റെ ഓർത്തോ പാര ഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഓർത്തോ എവിടെയാ? ഇത് രണ്ടും ഓർത്തോ ആണ്, ഇത് പാരയാണ്. ഈ പാര പൊസിഷൻ നോക്കുങ്ങള്, ഈ പാര ഈ CH3യുടെ പാരയാണ്, ഈ CH3ന്റെ ഓർത്തോ ആണ്. അപ്പൊ ഈ പൊസിഷനിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നത് അല്ലെ, ഈ ഗ്രൂപ്പിന്റെ പാരയും ഈ ഗ്രൂപ്പിന്റെ എന്താണ് ഓർത്തോ പൊസിഷനാണ്. ഇവിടെ എന്തായാലും വരൂല. ഈ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കൂല. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് CH3 ഗ്രൂപ്പ് റീഇൻഫോഴ്സ് ചെയ്യുന്ന പൊസിഷൻ ഇതാണ്, ഈ ഫോർത്ത് പൊസിഷനാണ്. അതുകൊണ്ട് NO2 ഗ്രൂപ്പ് ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുക, NO2 അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ജാം പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ. ഇതും അതുപോലെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു കേസാണ് അല്ലെ. ഇതെവിടെ വരിക ഒന്ന് പറഞ്ഞു നോക്ക്. ഈ കോമ്പൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് പാരാക്ലോറോ ബെൻസോയിക് ആസിഡ്. ദിസ് കോമ്പൗണ്ട് ഈസ് പാരാക്ലോറോ ബെൻസോയിക് ആസിഡ്. COH ഉണ്ട്, Cl ഉണ്ട്. നമ്മൾ ഇതിന് നൈട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എവിടെ ആയിരിക്കും നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാം? COHന്റെ മെറ്റാ പൊസിഷൻ ഓർ ക്ലോറിന്റെ ഓർത്തോ പൊസിഷൻ. യെസ്, വെരി ഗുഡ്. അതായത് ഈ COH ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് അല്ലെ, COHന്റെ മെറ്റയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാം, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടും സെയിം ആണ്.
CL ആണെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ ഓർത്തോ ആണിത്. ഇതിന്റെ പാരയിൽ പിന്നെ COS ഉണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് പൊസിഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ഗ്രൂപ്പും പ്രിഫർ ചെയ്യുന്ന പൊസിഷൻ ഇതാണ്. അതാണ് റീഇൻഫോഴ്സ്. 2 ഗ്രൂപ്പ്സ് റീഇൻഫോഴ്സ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ NO2 ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടാവും എങ്ങനെയായിരിക്കും, COH ഇവിടെ CL, ഈ NO2 ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇതൊക്കെ വളരെ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് ഇതാണ്. If a strong activating groups compete with a weaker one, strong activating group competes with the weaker one or with the deactivating group, then the former controls. അതായത് stronger activating group ആണ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിട്ടോ. അതായത് സ്ട്രോങ്ങർ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു വീക്കർ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആരുടെ തീരുമാനം അവിടെ വിജയിക്കുക, ആർക്ക് അവിടെ പിന്നെ റോള് കൂടുതൽ, ആരുടെ വോയിസ് ആണ് കൂടുതൽ സ്വീകാര്യമാവുക, സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിന്റെ. ഓക്കെ, അതിന് ആ ഒരു ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പുകളെ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം. അതായത് NH2OH NR2 ഇതൊക്കെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലെ. ഇതിനാണ് വോയിസ് കൂടുതൽ, പവർ കൂടുതൽ അല്ലെ. ഇപ്പൊ ഇവരാണ് ഡിസൈഡ് ചെയ്യുക. ആരേക്കാള്, ഇത് വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലെ. സോറി, ഇത് മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ്. ഇവരെക്കാളും പ്രിഫറൻസ് ഇവർക്ക് ഉണ്ടാവുക. ഇനി ഇവരും വരികയാണെങ്കിൽ ഇത് വീക്ക്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണല്ലോ. ഇത് വീക്ക്ലി ആക്ടിവേറ്റിംഗ് 6 അരയിൽ ഗ്രൂപ്പ്. അപ്പൊ ഇവരും വരികയാണ് ഇയാൾക്ക് വോയിസ്. ഇനി ഇവരും ഹാലജൻസ വരുന്നെങ്കിൽ ഇവർക്ക് വോയിസ് ഉണ്ടാവുക. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പിന് വോയിസ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റൈസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനാണ് കൂടുതൽ എന്ത് ചെയ്യുക, ഡിസൈഡിങ് പവർ, ദാൻ മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്, ആൻഡ് ദാൻ വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ആൻഡ് വീക്ക്ലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു കോമ്പൗണ്ട്, ഇപ്പൊ ഓർത്തോക്രസോൾ അല്ലെ. നേരെ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയൽ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ പ്രത്യേകത? ഇവിടെ OH ഗ്രൂപ്പും CH3 ഉള്ളത്. OH ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. CH3 എന്താണ്, വീക്ക്ലി ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ക്ലോറിനേറ്റ് ചെയ്യാം. സപ്പോസ് ഐ എം ക്ലോറിനേറ്റിംഗ് ദിസ് കോമ്പൗണ്ട് Cl2-FeCl3. അപ്പൊ എവിടെ പോവാ? അതായത് ഇവിടെ OH ആണ് ഡിസൈഡിങ് പവർ കൂടുതൽ. കാരണം OH ആണ് സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, CH വീക്ക്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ OHന്റെ ഓർത്തോ പാര എന്ന് പറയുമ്പോൾ ഈ ഓർത്തോ പാര, പക്ഷെ ഈ ഓർത്തോ ഇതിന്റെ മെറ്റായതുകൊണ്ട് ഇൻട്രസ്റ്റ് വരുന്നോണ്ട് പാരയിലാ പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ Cl2 ഇവിടെ അറ്റാച്ച്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ ഒരു പോയിന്റ് ഒക്കെ ഓർത്ത് നോക്കുക. എ തേർഡ് ഗ്രൂപ്പ് ലീസ്റ്റ് ലൈക്ലി ടു എൻ്റർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇൻ മെറ്റാ റിലേഷൻഷിപ്പ്. അതായത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇടുന്നിരിക്കാം. ഈ രീതിയിൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കൂല. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഇതാണ്. When a meta directing group is meta to an ortho directing group, ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, ഈ NO2 it's a meta directing group. ഈ Cl എന്താ, ortho para directing group, and this meta directing group is actually meta to the ortho para directing group. ഈ ortho para directing ഗ്രൂപ്പിന്റെ മെറ്റയാണ് ആര്, ഈ NO2. മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ടുള്ള NO2 ഗ്രൂപ്പ്. Then the incoming group primary goes to the ortho to the meta directing group. ഈ NO2ന്റെ ഓർത്തോയിലാണ് പോവുക. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ ആണ്. ഇതിനെയാണ് ഓർത്തോ ഇഫക്റ്റ് എന്ന് പറയാം. ഇതാണ് കേസ്. നമ്മള് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോ നമ്മള് ആൽക്കൈലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ
ആൽക്കൈൽ ക്ലോറൈഡ് AlCl3 ആഡ് ചെയ്യും. അപ്പോ നിങ്ങൾ ആലോചിക്കുക ഇവിടെ എവിടെയൊക്കെ ശരിക്ക് പ്രിഫറൻസ് വരുന്നത്? ഇവിടെ ആലോചിക്കണം. ഇത് 1 ആണ്, ഇത് 2, 3, 4, 5, 6. അപ്പൊ ഏത് പൊസിഷനിലേക്കാണ് ചാൻസ് ഉള്ളത്? 6ലേക്ക്. ചാൻസ് ഉള്ളത് ഈ NO2 സംബന്ധിച്ചിടത്തോളം എവിടെ വരേണ്ടത്? ഈ മെറ്റയാണ് വരിക അല്ലെ? CL സംബന്ധിച്ചിടത്തോളം ഈ 2, 4, 6 അല്ലെ? പക്ഷെ നമ്മുടെ റൂള് പ്രകാരം ആർക്കാണ് ഡിസൈഡിങ് പവർ? NO2 ആണോ CL-നാണോ? CL-നാണ് ഡിസൈഡിങ് പവർ. അപ്പൊ CL-ന്റെ ഈ 2 ഓർത്തോ അല്ലെങ്കിൽ ഈ പാര, അപ്പൊ ഈ 3 പൊസിഷനാണ് ചാൻസ് ഉള്ളത്. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ ഈ റൂള് പ്രകാരം ഇവിടെ ഒരിക്കലും വരില്ല. എന്തുകൊണ്ടാ? ഇൻ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് വരില്ല. ഓക്കെ, പിന്നെ ചാൻസ് എവിടെയാ? 4 or 6 അല്ലെ? പക്ഷെ സാധാരണ കാണപ്പെടുന്നത് കൂടുതലും ഈ 6th പൊസിഷനിലാണ് കാണുന്നത്. ഇപ്പോ ആൽക്കലൈറ്റി ആണെങ്കിൽ CH3 ഇവിടെ വരിക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അത്ര കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇവിടെ വരാലോ, ഈ 4th NO2 CH3 വരാലോ, രണ്ടുപേരെ ഇഫക്റ്റ് അല്ലേ? ഈ CL-ന്റെ ഇത് ഓർത്തോ ആണ്, ഇതേതാണ്? പാരയാണ് അല്ലെ? ഇവിടെ വേണമെങ്കിൽ വരാം, പക്ഷെ ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഇത് കൂടുതൽ പറയുന്ന ഇവര് നമ്മളെ ഒരു ഇന്ററാക്ഷൻ കൊണ്ടായിരിക്കും, ഈ NO2 CH3 വരുന്ന ഇന്ററാക്ഷൻ കൊണ്ടായിരിക്കും. പക്ഷെ കുറെ എക്സാമ്പിളുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫിനോമിനയാണ് ഓർത്തോ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്, ഓർത്തോ ഇഫക്റ്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതായത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലെ, ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പിന്റെ മെറ്റാ പൊസിഷനിൽ വന്നാൽ ഓക്കെ, then the further substitution takes place ortho to the meta directing group. Meta directing group in ortho la poa. ആരതല്ല? ഓർത്തോ പാര ഡയറക്റ്റിംഗിന്റെ ഓർത്തോലല്ല പോവുക, മറിച്ച് മെറ്റാ ഡയറക്റ്റിംഗിന്റെ ഓർത്തോ എന്ന് പറഞ്ഞാൽ ഓർത്തോ പാര ഡയറക്റ്റിംഗിന്റെ പാര, ഓർത്തോ പാര ഡയറക്റ്റിംഗിന്റെ പാരയിലേക്ക് പോവും, NO2ന്റെ ഇവിടെ പോവും. ഓക്കെ, ഇതൊക്കെ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, നിങ്ങൾ ചെയ്തു നോക്കുക. ഇതാണ് ഫർദർ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഏരിയയിലേക്ക് പോവാണ്. ലാസ്റ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, സോറി, പോളിന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. എന്താ പോളിന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ എന്താ? What are polynuclear aromatic hydrocarbons? ഇതാണ് 2 or more fused benzene ring. It contains 2 or more fused benzene ring. ഓക്കെ, അപ്പൊ ഇതില് ഒരു എക്സാമ്പിൾ ആണിത്. ഇതിന്റെ പേരെന്താ? നാഫ്തലീൻ. ഇതിന്റെ പേരെന്താ? Yes, it is anthracene. ഓക്കെ, ഇതിന്റെ പേര് ആർക്കറിയാം? Phenandrine. Yes, very good. It is phenandrine. ഓക്കെ, നമ്മൾ ആദ്യം നാഫ്തലിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അതില് നമ്മൾ തൽക്കാലം നാഫ്തലിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, നാഫ്തലിന് നമ്മളിതിനെ നമ്പർ ചെയ്യാം. യാസ്മിൻ ഡ്യൂട്ടി നോക്കൂ. പറയൂ. എന്ത് പറയാൻ വന്നിരുന്നല്ലോ, പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഒന്നുമില്ലാതെ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ നാഫ്തലിൻ നമ്പർ ചെയ്യാം. ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് 1, 2, 3, 4, പിന്നെ ഇവിടെ വരും 5, 6, 7, 8. റൈറ്റ് റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, വലത് ഭാഗത്തെ റിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇടത് ഭാഗത്തെ റിംഗ് എന്നല്ല, റൈറ്റ് സൈഡിലെ റിംഗ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് മേലെ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഈ പൊസിഷനിൽ ഇത് നമ്മൾ ഈ പൊസിഷനെ ആൽഫ എന്ന് പറയും. ഓക്കെ, ഇത് ആൽഫയാണ്.
ഈ പൊസിഷൻ ബീറ്റയാണ്, ഇത് ബീറ്റയാണ്, ഇതും ആൽഫയാണ്. ഈ രണ്ട് പൊസിഷൻ ഐഡന്റിക്കൽ അല്ലേ? ഈ ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷൻ എന്താണ്? ഐഡന്റിക്കൽ ആണ്. അപ്പൊ അത് ആൽഫ. രണ്ടാമത്തെയും മൂന്നാമത്തെ ഐഡന്റിക്കൽ, അപ്പൊ അത് ബീറ്റ. അതേപോലെ ഈ 8ഉം 5ഉം ഈ 1ഉം 4ഉം പോലെ തന്നെയാണ്, അപ്പൊ അതും ആൽഫയാണ്. ഇത് രണ്ടും ബീറ്റയാണ്. എന്ന് പറഞ്ഞാൽ നാഫ്തലീനില് അല്ലെ, നാഫ്തലീനില് നോക്കിയാൽ തന്നെ അറിഞ്ഞൂടെ, രണ്ട് തരത്തിലുള്ള പൊസിഷൻസ് ഉണ്ട് അല്ലെ? അതായത് ഈ 1 2 1 4 പിന്നെ 5 8 ഈ പൊസിഷൻ എന്താണ്? ഐഡന്റിക്കലാണ്. ഇറ്റ് ഈസ് കോൾഡ് ആൽഫ പൊസിഷൻ. ദീസ് പൊസിഷൻസ് ആർ കോൾഡ് ആൽഫ പൊസിഷൻ. പിന്നെ ഈ പൊസിഷൻസ്, അതായത് 2 3 പിന്നെ 6 7 ഈ പൊസിഷൻസ് ഐഡന്റിക്കലാണ്, and they are denoted as beta. Okay. ഇനി ബെൻസീൻ is naphthalene is actually 3 റെസൊണൻസ് കാനോണിക്കൽ സ്ട്രക്ചർ, കെക്കുലർ സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. 3 സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോ ഇതൊരു സ്ട്രക്ചർ അല്ലെ? ഇതിൽ നിന്ന് വേറെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു കേസിൽ ഈ ബെൻസീൻ റിങ്ങിന് 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പുറത്തെ ബെൻസീൻ റിങ്ങിന് 4 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ റിംഗ് അരോമാറ്റിക് ആണ്, ഈ റിംഗ് എന്നല്ല അരോമാറ്റിക് അല്ല. ഈ സ്ട്രക്ചറിൽ രണ്ടാമത്തെ സ്ട്രക്ചറിൽ ഇപ്പുറത്തെ റിംഗ് അരോമാറ്റിക് ആണ്, ഇപ്പുറത്തെ റിംഗ് എന്തല്ല അരോമാറ്റിക് അല്ല. എസ് എ ഹോൾ അരോമാറ്റിക് ആണെങ്കിൽ നമ്മൾ റിംഗ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ പറയാം. ഓക്കെ, മൂന്നാമത്തെ ഒരു കേസ് ഇതിങ്ങനെയല്ല വരിക, ഇതും സെയിം അല്ലേ? ഇതുവരെ ഇങ്ങനെ ഇരിക്കും. മൂന്നാമത്തെ കേസ് എങ്ങനെയാ? ശരിയാണ്, ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. അതായത് ഈ കേസിൽ എന്തില്ല, ഇവിടെ നടുക്ക് ബോണ്ടില്ല. ഇവിടെ കണ്ടില്ല, നടുക്ക് ബോണ്ടില്ല. ഓക്കെ, ഇവിടെ ഇതും സെയിം അല്ല, കാരണം ഇതില് ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ നടുക്ക് ബോണ്ടുണ്ട്, ഇവിടെ നടുക്ക് ബോണ്ടില്ല. അപ്പൊ അങ്ങനെ 3 സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്, കെക്കുലർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇനിവേ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ 1 4 5 8 ആർ ഈക്വലന്റ് ആൻഡ് ആർ ഡിനോട്ടഡ് ആസ് ആൽഫ. പൊസിഷൻ 2 3 6 7 ആർ ഓൾസോ ഈക്വലന്റ്, ദേ ആർ ഡിനോട്ടഡ് ആസ് ബീറ്റ. അപ്പൊ അങ്ങനെ ആവുമ്പോ നാഫ്തലീന്റെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻ തന്നെ, അതായത് നാഫ്തലീനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നത് തന്നെ 2 ഐസോമേഴ്സ് പോസിബിൾ ആണ്, ആൽഫ ഐസോമറും ബീറ്റ ഐസോമറും. ഇപ്പൊ ഉദാഹരണത്തിന് OH വരുന്നു, ഈ OH 1 പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുക ഇറ്റ് ഈസ് ആൽഫ നാഫ്തോൾ എന്നാ വിളിക്കുക. ഇറ്റ് ഈസ് ആൽഫ നാഫ്തോൾ. ഈ OH is on the പൊസിഷൻ 1. പൊസിഷൻ 1-ലാണെങ്കിൽ ആൽഫ നാഫ്തോൾ. ഇത് പൊസിഷൻ 2 ആണ്, ഇതിനെ നമ്മൾ വിളിക്കുക ബീറ്റ നാഫ്തോൾ എന്നാ വിളിക്കുക, ബീറ്റ നാഫ്തോൾ. അതേപോലെ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൽഫ ക്ലോറോ നാഫ്തലീൻ, ഇറ്റ് ഈസ് ബീറ്റ ക്ലോറോ നാഫ്തലീൻ. അപ്പൊ നാഫ്തലീനിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. OH വരുമ്പോൾ ആൽഫ നാഫ്തോൾ ഉണ്ട്, ബീറ്റ നാഫ്, 2 കോമ്പൗണ്ടാണ്, 2 ഐസോമേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇതാണെങ്കിൽ ഇവിടെ ഇപ്പോ ഈ കേസിൽ നമ്മൾ ഇതിനെ വിളിക്കാം ഇറ്റ് ഈസ് ബീറ്റ അമിനോ നാഫ്തലീൻ, ഇറ്റ് ഈസ് ആൽഫ നാഫ്തോയിക് ആസിഡ്, ആൽഫ നാഫ്തോയിക് ആസിഡ് എന്നൊക്കെ പേര് കൊടുക്കുക. ഓക്കെ, ഇനി ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് സെയിം ആണെങ്കിൽ 10 ഐസോമർ പോസിബിൾ ആണ്. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നാഫ്തലീൻസിൽ എന്താ പറ സോറി. അപ്പോ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂൻസ് സെയിം ആണെങ്കിൽ 10 ഐസോമർ പോസിബിൾ ആണ്, സബ്സ്റ്റിറ്റ്യൂൻസ് ഡിഫറെന്റ് ആണെങ്കിൽ 14 ഐസോമർ പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇതിന്റെ പേരെന്താ വരിക? ഇതിന്റെ പേരാരെങ്കിലും ഒന്ന് പറ. NO2, 2 NO2 ഉണ്ട്,
അതിന്റെ പൊസിഷൻ നമ്പർ ചെയ്തിട്ട് അതിന്റെ പേരെന്തായിരിക്കും വരിക? 1,5 dinitro naphthalene. യെസ്. അപ്പൊ ഇത് 1 2 3 4 5 അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് 1,5 ഡൈനൈട്രോ നാഫ്തലീൻ അല്ലേ? ഇവിടെയാണെങ്കിൽ ഇറ്റ് ഈസ് 1 2 3 4 5 6 അല്ലേ? അപ്പൊ എന്താ വിളിക്കുന്നതിനാ? ഇതിനെന്ത് വിളിക്കും? 6 amino 2 naphthol. യെസ്, 6 amino 2 നാഫ്തോൾ അല്ലെങ്കിൽ 6 amino ബീറ്റാ നാഫ്തോൾ. 6 amino ബീറ്റാ നാഫ്തോൾ. ഇതിനാണെങ്കിൽ ഇറ്റ് ഈസ് 1 2 3. അപ്പൊ എന്ത് വിളിക്കൂ? ഇറ്റ് ഈസ് കോൾഡ് 3-chloro നാഫ്തോയിക് ആസിഡ് അല്ലെ? ആൽഫ നാഫ്തോയിക് ആസിഡ്. 3-chloro ആൽഫ നാഫ്തോയിക് ആസിഡ്. 3-chloro ആൽഫ നാഫ്തോയിക് ആസിഡ്. ഓക്കെ. ഇനി ട്രൈ സബ്സ്റ്റിറ്റ്യൂഷൻ വരാണെങ്കിൽ ഒരുപാട് ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ആന്ത്രസീനിലേക്ക് വരാം. ആന്ത്രസീനിൽ നമ്മൾ നമ്പർ ചെയ്യാം ഇതേപോലെ. ഏറ്റവും റൈറ്റ് റിംഗ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇത് 1 2 3 4. പിന്നെ സ്റ്റാർട്ട് ചെയ്യുക ഏറ്റവും ലെഫ്റ്റ് റിംഗ് ആട്ടോ. ആദ്യം റൈറ്റ് റിംഗിൽ 1 2 3 4 മാർക്ക് ചെയ്തു. പിന്നെ ലെഫ്റ്റ് റിംഗ്, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന റിംഗ്. അപ്പൊ ഇത് 5 6 7 8. പിന്നെ ഇത് 9, ഇത് 10. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇതിൽ ഏതൊക്കെ പൊസിഷൻസ് ഐഡന്റിക്കൽ പൊസിഷൻസ് ഏതൊക്കെയാ ഒന്ന് പറ. ഏതൊക്കെ പൊസിഷൻസ് ഐഡന്റിക്കൽ പൊസിഷൻസ് പറയൂ. 1 4 6 7. 1 4 6 7 ആണ് വരുന്നത്. അല്ലല്ല, 1 4 5 8. 1 4 5 8. അപ്പൊ നമുക്ക് അതിനെ ആൽഫ നോക്കാം. അതായത് ഇത് ആൽഫ, ഇത് ആൽഫ, ഇത് ആൽഫ, ഇത് ആൽഫ. ഓക്കെ. അപ്പൊ 4 പൊസിഷൻ ഐഡന്റിക്കലാ. ഈ 1 4 5 8 അല്ലേ? ഇതാണ് ആൽഫ. പിന്നെ ഏതൊക്കെ ഐഡന്റിക്കല്? 2 3 6 7. 2 3 6 7. അതായത് ഈ പൊസിഷൻ 2 3 6 7. നമ്മളിതിനെ ബീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ബീറ്റ. ബീറ്റ പൊസിഷൻ. പിന്നെ വരുന്നത് 9 10 അല്ലേ? 9 10 പൊസിഷൻ. നമുക്കതിനെ ഗാമ എന്ന് മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഗാമ. ദീസ് 2 പൊസിഷൻസ് ആർ ഗാമ പൊസിഷൻ. ഓക്കെ. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചില കോമ്പൗണ്ടുകളുടെ എക്സാ പേര് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് ആരെങ്കിലും ഒരാൾ പറ. അഞ്ജനയും അക്ഷരയും അല്ലാത്ത ആരെങ്കിലും ഒരാൾ പറ. ഇതിന്റെ പേര് പറ. ആരതി കൃഷ്ണ പറ. ആരതി കൃഷ്ണ. ഇതിന്റെ പേരെന്താ? ആരതി കൃഷ്ണ കേൾക്കുന്നുണ്ടാ? നമ്മുടെ വേറെ ആരെങ്കിലും പറ. അഞ്ജന അക്ഷര അല്ലാത്ത ആരെങ്കിലും പറ. ഇതിന്റെ പേരെന്തായിരിക്കും? ഈ കോമ്പൗണ്ടിന്റെ പേര്? 9-chloroanthracene. Yes, very good. Anthracene. Yes, very good. It is 9-chloroanthracene. Okay. ഇതിന്റെ പേരെന്തായിരിക്കും? വേറെ ആരെങ്കിലും പറ. ഈ കോമ്പൗണ്ടിന്റെ പേര്? പറ പറ. വേറെ ആരെങ്കിലും പറ. അതായത് ഇതാണ് പൊസിഷൻ. ഇതാണ് 1 2. ആരെങ്കിലും പറ. സെക്കൻഡ് പൊസിഷനിൽ SO3H വരുന്നു. Anthracene 2-sulfonic acid, sir. Yes, very good. Very good. It is anthracene 2-sulfonic acid. Anthracene 2
സൾഫോണിക് ആസിഡ് അല്ലേ? ഇതിന്റെ പേര് ഇറ്റ് ഈസ് 910 അല്ലേ? അപ്പോ ഇറ്റ് ഈസ് 910 ഡൈനൈട്രോ ആൻഡ്രസീൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ആന്ത്രസിനോട് ബന്ധപ്പെട്ട് അതേ പഠിക്കാനുള്ളൂ, വേറെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കാനില്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് നാഫ്തലീൻ. നാഫ്തലീന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിന്റെ പ്രിപ്പറേഷൻ ഓഫ് നാഫ്തലീനിലെ ആ മെത്തേഡിന്റെ പേരാണ് ഹാവർത്ത് സിന്തസിസ്. പ്രിപ്പറേഷൻ ഓഫ് നാഫ്തലീന്റെ പേരാണ് ഹാവർത്ത് സിന്തസിസ്. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് ഫ്രെഡക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ദിസ് കോമ്പൗണ്ട്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതല്ല വേണ്ടത്, അസറ്റിക് അൺഹൈഡ്രേറ്റ് അല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് സക്സിനിക് അൺഹൈഡ്രേറ്റ് ആണ്. സക്സിനിക് അൺഹൈഡ്രേറ്റ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ വരിക, അപ്പോൾ ഞാനിവിടെ വരക്കാം. അത് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. അസറ്റിക് അൺഹൈഡ്രേറ്റ് അല്ല വേണ്ടത്, സക്സിനിക് അൺഹൈഡ്രേറ്റ്. അപ്പോൾ CH2 COO CO അല്ലേ? സക്സിനിക് അൺഹൈഡ്രേറ്റ് അല്ലേ? സക്സിനിക് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാം. സക്സിനിക് ആസിഡ് ആരാ അറിയാലോ? ഇതാണ് സക്സിനിക് ആസിഡ്. അതിന്റെ അൺഹൈഡ്രേറ്റ് ആണ് ഈ കോമ്പൗണ്ട്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്തല്ല. ഓക്കെ, ഇപ്പൊ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് സക്സിനിക്. ഇതിനൊക്കെ പേരെന്താ? സക്സിനിക് അൺഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ ബോണ്ട് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ CO ഇവിടെ അറ്റാച്ച് ചെയ്യും, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ കോമ്പൗണ്ട് കിട്ടും അല്ലേ? 3-ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൽഫ ബീറ്റ ഗാമ. അപ്പൊ ഗാമ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഗാമ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ് കിട്ടും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പില് ഈ ഗാമ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡിനെ ക്ലെമൻസൻസ് റിഡക്ഷൻ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ CO ഗ്രൂപ്പ് എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആണ്, റെഡ്യൂസ് ചെയ്തിട്ട് CH2. അപ്പോ ഗാമ ഫിനൈൽ അല്ലെങ്കിൽ 4-ഫിനൈൽ ബ്യൂട്രിക് ആസിഡ് കിട്ടും അല്ലെ? 4-ഫിനൈൽ ബ്യൂട്രിക് ആസിഡ്. ഒന്നുമില്ല, ഇവിടെയുള്ള ഈ CO ഗ്രൂപ്പ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആയിട്ട് മാറി. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് റിംഗ് ക്ലോഷർ ആണ്. ഇത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വന്നിട്ട് ഈ സാധനം ഇവിടെ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും, റിംഗ് ക്ലോസ് ചെയ്യും. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഈ റിംഗ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരാണ് ടെട്രാലോൺ, അല്ലെങ്കിൽ ആൽഫ ടെട്രാലോൺ എന്നാണ് ഇതിന്റെ പേര്, ആൽഫ ടെട്രാലോൺ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? വീണ്ടും ക്ലെമൻസൻസ് റിഡക്ഷൻ അഗെയിൻ. എന്നിട്ട് ഈ CO ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആക്കി അല്ലെ? സിങ്ക് അമാൽഗമേറ്റ് HCl, ZnHg(HCl). അതാണ് ക്ലെമൻസൻസ് റിഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ്. അപ്പൊ CO ഗ്രൂപ്പ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആയിട്ട് മാറും. സോ വി ഗെറ്റ് ടെട്രാലീൻ. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ടെട്രാലീൻ. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിൽ അരോമാറ്റൈസേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ. ഇറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് സെലീനിയം ഓർ പലേഡിയം. അപ്പൊ ഇവിടുന്നൊക്കെ ഓരോ H അങ്ങ് പോകും. H പോയിട്ട് അത് എന്ത് ചെയ്യും? അരോമാറ്റിക് ആയിട്ട് മാറും. വി ഗെറ്റ് നാഫ്തലീൻ. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് നാഫ്തലീൻ. ഒന്നുകൂടി ഞാൻ പറയാം. ഈ മെത്തേഡിന്റെ പേരാണ് ഹാവർത്ത് സിന്തസിസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് സക്സിനിക് അൺഹൈഡ്രേറ്റ്. അപ്പൊ ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ CO ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ CO CH2 COH, ഗാമ ബെൻസോയിൽ പ്രൊപ്പിയോണിക് ആസിഡ് കിട്ടും. പിന്നെ ക്ലെമൻസൻസ് റിഡക്ഷൻ ട്രീറ്റഡ് വിത്ത് സിങ്ക് അമാൽഗമേറ്റ് HCl. അപ്പൊ ഈ CO ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആയി. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ റിംഗ് ക്ലോഷർ ആണ്. റിംഗ് ക്ലോഷറിൽ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ടെട്രാലോൺ, ആൽഫ ടെട്രാലോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. പിന്നെ ഈ CO ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആക്കുക, ക്ലെമൻസൻസ് റിഡക്ഷൻ. ലാസ്റ്റ് ഇതിനെ
അരോമാറ്റൈസ് ചെയ്യുക, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക, സെലീനിയം പെരോഡിയം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുക. അപ്പോൾ വി ഗെറ്റ് നാഫ്തലീൻ. അത് നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞാലും അത്ര ഓർമ്മ ഉണ്ടാവില്ല. ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഏറ്റവും ലാസ്റ്റ് ഇതാണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഫ്തലീൻ. നാഫ്തലീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോ അതിന്റെ ഓറിയന്റേഷൻ ഇഫക്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ 2 ഐസോമർ പോസിബിൾ ആണ്. അപ്പോൾ നാഫ്തലീൻ ഇലക്ട്രോഫൈലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോഫൈല് ഈ ആൽഫ പൊസിഷനിൽ പോകാം, അല്ലെങ്കിൽ ബീറ്റ പൊസിഷനിൽ പോകാം. അതിൽ ഏത് പൊസിഷനാ പ്രിഫർ ചെയ്യുക? ആർക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇലക്ട്രോഫൈല് ഏത് പൊസിഷനാ പ്രിഫർ ചെയ്യുക? ആൽഫയാണോ ബീറ്റയാണോ? വിച്ച് പൊസിഷൻ പ്രിഫർ? ആൽഫ ഓർ ബീറ്റ? ഓക്കെ, നമുക്ക് നോക്കാം ഏതായിരിക്കും പ്രിഫർ ചെയ്യാന്നുള്ളത്. നമുക്ക് പറഞ്ഞുകൂടാ. ഇലക്ട്രോഫൈൽ ഒന്നുകിൽ ആൽഫയിലാക്കാണ് പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ബീറ്റയിലാക്കാനും പ്രിഫർ ചെയ്യുക. ഒന്നുകിൽ ഇവിടെ പോകാം, അല്ലെങ്കിൽ ഇവിടെ പോകാം. 2 ചാൻസ് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ നോക്കാം. നമ്മൾ അതിന്റെ മെക്കാനിസം നോക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ആൽഫ അറ്റാക്ക് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ആൽഫ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഇലക്ട്രോഫൈല് ഇവിടെ അറ്റാച്ച് ചെയ്തു ഈ സെക്കൻഡ് പൊസിഷൻ, ആൽഫ പൊസിഷനിൽ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, അല്ലെ? നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ബോണ്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെ? അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ പ്ലസ് വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷനിൽ ഈ റിങ്ങിന്റെ അരോമാറ്റിസിറ്റി ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അല്ലെ? അരോമാറ്റിസിറ്റി ഓഫ് 1 ബെൻസീൻ റിംഗ് is retained in these 2 structures. അടുത്ത സ്ട്രക്ചർ വരുമ്പോൾ അരോമാറ്റിസിറ്റി ഈ റിങ്ങിനും ഇല്ല, ഈ റിങ്ങിനും ഇല്ല. ഇങ്ങനത്തെ കുറെ സ്ട്രക്ചർ പോസിബിൾ ആയിരിക്കും, കുറെ നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ബീറ്റ അറ്റാക്ക് ആണെങ്കിൽ എങ്ങനെയാ നോക്കാം. ബീറ്റ അറ്റാക്ക് ബീറ്റ പൊസിഷനിലാണെങ്കിൽ ഇലക്ട്രോഫൈല് ബീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ റിങ് ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇലക്ട്രോഫൈൽ ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്പൊ ഇവിടെ പ്ലസ് വന്നു, അതായത് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പ്ലസ് വരുമല്ലോ, ഇവിടെ പ്ലസ് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ റിങ്ങിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ ഇവിടെ പ്ലസ് വരും. അപ്പൊ നോക്കിയോ, ഈ ഒരു റിങ്ങിന് മാത്രമേ ഇവിടെ നിന്നുള്ളൂ അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അരോമാറ്റിസിറ്റി ഈ റിങ്ങിന് ഇവിടെ മാത്രമേ ഉള്ളൂ. സോറി, ഈ ഒരു കുറെ സ്ട്രക്ചർ, ഇനി ഇവിടെ കുറെ സ്ട്രക്ചർ പോസിബിൾ ആണ്. അടുത്തത് ഇങ്ങോട്ട് വരും, അപ്പോൾ ഇവിടെ പ്ലസ് വരും, അങ്ങനെ കുറെ സ്ട്രക്ചർ വരും. അപ്പൊ ഒരു സ്ട്രക്ചറിൽ മാത്രമേ ഒരു ബെൻസീൻ റിങ്ങിന്റെ അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഒന്നിലും അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ആൽഫ അറ്റാക്കില് 2 സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. ബീറ്റ അറ്റാക്കിൽ ഒരു സ്ട്രക്ചറിലെ അരോമാറ്റിസിറ്റി ഒരു റിങ്ങിൽ റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ആയിരുന്നാ? ആൽഫ അറ്റാക്കിന്റെ സമയത്താണോ ബീറ്റ അറ്റാക്ക് സമയത്താണോ ഫോം ചെയ്തത്? കൂടുതൽ സ്റ്റേബിൾ ആരെങ്കിലും അഭിപ്രായം പറയണേ, ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. കൂടുതൽ സ്റ്റേബിൾ കാർബോഹൈഡ്രേറ്റുകൾ ആരെ ഫോം ചെയ്യാം? ആൽഫ കേസിൽ എന്താണ് സംഭവം? ആൽഫ കേസിൽ 2 സ്ട്രക്ചറിൽ അരോമാറ്റിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 സ്ട്രക്ചറിൽ അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബീറ്റയിലാണെങ്കിൽ ഒരു സ്ട്രക്ചറിലാണ് അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്റ്റേബിൾ കാർബോഹൈഡ്രേറ്റ് ആരതാ? ആൽഫ അറ്റാക്ക് ആണ് കൂടുതൽ സ്റ്റേബിൾ കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് കൂടുതൽ പ്രിഫർ ചെയ്യുക, സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുക ആൽഫ പൊസിഷൻ ആണ്. ആൽഫ പൊസിഷൻ ഈസ് മോർ പ്രിഫേർഡ് ദാൻ ബീറ്റ പൊസിഷൻ. ബീറ്റയെക്കാളും പ്രിഫർ ചെയ്യുന്നതാണ് ആൽഫ പൊസിഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഈസ് മോർ പ്രിഫേർഡ് ഓർ ഇറ്റ് ഈസ് മോർ ഫാസ്റ്റർ ആയിട്ട് കൂടുതൽ ഫോം ചെയ്യുന്ന.
ഓക്കെ, ഇത് ലെസ് ഫാസ്റ്റർ ആയിട്ടാണ് ഫോം ചെയ്യുക, ലെസ് ഫാസ്റ്റർ. പക്ഷേ കൂടുതൽ സ്റ്റേബിൾ ബീറ്റ് ആണ് കേട്ടോ. കാരണം ഇവിടെ നോക്കി അറിയാം, ഇപ്പോ ആൽഫയിലാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു എച്ച് ഉണ്ടല്ലോ, ഈ റിംഗിൽ ഒരു എച്ച് ഇല്ലേ, അപ്പൊ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരികയാണെങ്കിൽ ഇവർ തമ്മിൽ വളരെ അടുത്തായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് ബീറ്റയിലാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ഹൈഡ്രജനും ഇവരും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഇവിടെ എച്ച് വരികയാണെങ്കിൽ അതും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതൽ ആൽഫ അറ്റാക്കിലാണ് കൂടുതൽ. അപ്പൊ സ്റ്റെബിലിറ്റി കുറവാണ് ബീറ്റയേക്കാൾ. ബീറ്റയാണ് കൂടുതൽ സ്റ്റേബിൾ. പക്ഷെ കൈനറ്റിക്കലി കൂടുതൽ ഫേവർ ഏതാ? ആൽഫയാണ്. എന്തുകൊണ്ടാ? ആൽഫയിലാണ് കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആയത്. അപ്പൊ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിയാക്ട് ഫോം ചെയ്യുക ആൽഫ ആയിരിക്കും. അപ്പൊ നോർമൽ കണ്ടീഷനിൽ ആൽഫ അറ്റാക്ക് ആണ് ഫേവർ ചെയ്യുക. പക്ഷെ ചില റിവേഴ്സിബിൾ ആയുള്ള റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ബീറ്റ അറ്റാക്ക് ഫേവർ ചെയ്യും. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ആൽഫ ഈസ് കൈനറ്റിക്കലി ഫേവറബിൾ, ബീറ്റ ഈസ് തെർമോഡൈനാമിക്കലി മോർ ഫേവറബിൾ. അപ്പൊ ലോ ടെമ്പറേച്ചർ സാധാരണ ആൽഫയാണ് ഫോം ചെയ്യുക. പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കണത് ഹൈ ടെമ്പറേച്ചറിൽ ബീറ്റയാണ് എന്ത് ചെയ്യുക, കൂടുതൽ ഫേവർ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പൊ നൈട്രേഷൻ സമയത്ത് സാധാരണഗതിയിൽ നോർമൽ കണ്ടീഷനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NO2 ഇവിടെയാണ് പോവുക. അപ്പോൾ ആൽഫ നൈട്രോ നാഫ്തലീൻ ആണ് ഫോം ചെയ്യുക, ആൽഫ നൈട്രോ നാഫ്തലീൻ. പക്ഷെ സൾഫണേഷനിൽ SO3H ബൾക്കി ഗ്രൂപ്പ് ആണല്ലോ. SO3H ബൾക്കി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. സൾഫണേഷൻ റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, സൾഫണേഷൻ ഈസ് യൂണിക്, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ അല്ലെ. അപ്പോൾ ആൽഫ പ്രോഡക്റ്റ് ഈസ് കൈനറ്റിക്കലി ഫേവറബിൾ ബട്ട് ഇറ്റ് ഹാസ് സ്റ്റെറിക് ഹിൻഡ്രൻസ്, സോ ലെസ് സ്റ്റേബിൾ. ബീറ്റ പ്രോഡക്റ്റ് ഈസ് കൈനറ്റിക്കലി ലെസ് ഫേവറബിൾ ബട്ട് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ, സോ ഇറ്റ് ഈസ് തെർമോഡൈനാമിക്കലി മോർ ഫേവറബിൾ അല്ലെ. എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിലാവുമ്പോൾ റിവേഴ്സ് റിയാക്ഷൻ കുറച്ച് കുറവായിരിക്കും, റിവേഴ്സിബിലിറ്റി കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് SO3H ഇവിടെയാ പോവുക. ഓക്കെ, ബെൻസീൻ 1 സൾഫോണിക് ആസിഡ് ഫോം ചെയ്യും, ബെൻസീൻ ആൽഫ സൾഫോണിക് ആസിഡ്. പക്ഷെ ഇതേ റിയാക്ഷൻ തന്നെ ഇഫ് യു ആർ കണ്ടക്ടിങ് ദ റിയാക്ഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ, അതായത് ഇപ്പൊ ഒരു 160 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ അല്ലെ, SO3H ഇവിടെ അറ്റാച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ബെൻസീൻ 2 സൾഫോണിക് ആസിഡ് ഫോം ചെയ്യുക. ബെൻസീൻ 2 സൾഫോൺ, ബീറ്റ ഈസ് ഫോംഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ 160 ഡിഗ്രി സെൽഷ്യസ്. ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആൽഫ ഫോം ചെയ്യാം. എന്ന് പറഞ്ഞാൽ സൾഫണേഷൻ റിവേഴ്സിബിൾ ആയതുകൊണ്ട് ലോ ടെമ്പറേച്ചറിൽ കൈനറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ആൽഫ പ്രൊഡക്റ്റും ഹൈ ടെമ്പറേച്ചറിൽ തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ബീറ്റ പ്രൊഡക്റ്റുമാണ് ഫോം ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. അറ്റ് ലോ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് അറൌണ്ട് 80 ഡിഗ്രി സെൽഷ്യസ് കൈനറ്റിക്കലി ഫേവറബിൾ ആൽഫ നാഫ്തലീൻ സൾഫോണിക് ആസിഡ് ഈസ് ഫോംഡ്. അതായത് ഇപ്പൊ നാഫ്തലീൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സൾഫണേഷൻ ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലെ, HNO3. അപ്പോ അങ്ങനെ ആവുമ്പോ ഇത് ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൈനറ്റിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ആൽഫ സൾഫോണിക് ആസിഡ് ഫോം ചെയ്യും. At high temperature, that is around 160 degrees Celsius, thermodynamically favorable beta naphthalene sulfonic acid is formed. That is, naphthalene നമ്മൾ സൾഫണേഷൻ നടത്തുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് 160 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ബീറ്റ സൾഫോണിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. വി ഗെറ്റ് ബീറ്റ സൾഫോണിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് നാഫ്തലീൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ. അപ്പോ നമുക്കിനി ഞാനിപ്പോ 2 ചാപ്റ്ററാണ് ഞാൻ എടുത്തത്. ഒന്ന് ഏതായാലും സ്റ്റീരിയോ കെമിസ്ട്രി എടുത്തു, രണ്ടാമത്തെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ.
ഈ 2 ചാപ്റ്റർ നിങ്ങൾ ഇനി പഠിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു എക്സാം നോക്കണം. ഓക്കെ, എപ്പോഴും എക്സാം വേണ്ട പറഞ്ഞോ, നിങ്ങളൊരു ഡേറ്റ് പറ. പറഞ്ഞോ, എപ്പോഴാണ് ഡേറ്റ് വേണ്ടത്? എപ്പോഴാ? ഇന്നിപ്പോ ചൊവ്വാഴ്ച അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ സാറ്റർഡേ വെച്ചാലോ, ഒരു ഓൺലൈൻ എക്സാമിനേഷൻ. ഈ സാറ്റർഡേ വെച്ചാലോ? ഓക്കെ അല്ലേ? സർ സൺഡേ ആക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സൺഡേ ആക്കാം. അപ്പൊ ഈ സൺഡേ നമ്മൾ ഈ 2 ചാപ്റ്റർ സ്റ്റീരിയോ കെമിസ്ട്രി, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിന്റെ എക്സാം ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് വരിക. ഓക്കെ, ഇതില് നിങ്ങൾ പിന്നെ പങ്കെടുത്ത ആൾക്കാര് ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ലാസ്റ്റ് ഇന്ന് പറഞ്ഞതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യാം. പേര് നിങ്ങൾ റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പർ ടൈപ്പ് ചെയ്തു. ഇത് അറ്റൻഡൻസ് ഒന്നും അല്ല, നമ്മൾ എത്ര ആൾ പങ്കെടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ അറ്റൻഡൻസ് ആയിട്ട് കൂട്ടുമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആരൊക്കെ പങ്കെടുക്കാത്തവര് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പറയാം. ഇതിലിപ്പോ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ബീറ്റ ആണെങ്കിലും ഇപ്പം ആൽഫയുടെ കേസിൽ 1, 4, 6, 7 ഒക്കെ പൊസിഷൻ വരുന്നില്ലേ? അപ്പം അതില് ഏതിലും പോവാൻ ചാൻസ് ഉണ്ട്? അതെല്ലാം സെയിം ആണല്ലോ. അതായത് ഇത് നമ്മൾ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NO2 ഇവിടെ വന്നാലും ഇവിടെ വരുന്നോ ഒക്കെ എന്താണ്, സെയിം ആണ്. ബട്ട് ഇതില് ബെൻസീന്റെ കേസിൽ പ്രിഫറൻസ് നോക്കിയല്ല യൂഷ്വലി നമ്പർ ചെയ്യാം. പക്ഷെ ഇതിൽ ഓൾറെഡി നമ്പേർഡ് ആണല്ലോ. ഇല്ല, അത് നമ്മൾ കൺവെൻഷനലി റൈറ്റ് നമ്പർ ചെയ്യുന്നതാണെങ്കിലും ഇവിടുന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം വരുമ്പോ ഇവിടെ കൊടുത്താലും 1 തന്നെയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് മാത്രമാണെങ്കിലും ഇത് കൊടുത്താലും തന്നെയാണ് 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇതങ്ങ് മറിച്ചിട്ടാ മതിയല്ലോ. മറിച്ചിട്ടാൽ മറ്റാകുമല്ലോ, സെയിം ആണല്ലോ അത്. അപ്പൊ അത് 1 തന്നെ വരാം. നൈട്രോമർ കൂടെ വന്നാലും 1 തന്നെയാണ്. ഇവിടെ വന്നാലും, അതായത് ഇങ്ങനെയാണ് NO2 വരുന്നെങ്കിലും അതും 1 ആണ്. 1 നൈട്രോ നാഫ്തലീൻ ആയത്. ഓക്കെ, ഇവിടെ വന്നാലും 1 ആണ്, ഇവിടെ വന്നാലൊക്കെ 1 ആണ്. ഇനി വേറെ ആർക്കെന്താ സംശയം ഉണ്ടോ? വേറെ ആർക്കെന്ത് സംശയം ഉണ്ട് ചോദിക്കട്ടോ. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് ഈ 2 ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിച്ച്, കാരണം നിങ്ങളെ ഇത് തുറന്ന പാടുണ്ടാവുന്ന ഫസ്റ്റ് എക്സാം നിങ്ങളതായിരിക്കും. കോളേജ് തുറന്നാൽ ആദ്യം ഉണ്ടാവുന്ന പരീക്ഷ നിങ്ങളുടേതാവാനാണ് ചാൻസ്. കാരണം നിങ്ങൾ ഫൈനൽ ഇയർ ഡേറ്റ് വന്നോ? എപ്പോഴാ? ജൂലൈ 7th സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 7 സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഡേറ്റും ടൈം ടേബിളും ഒക്കെ വന്നല്ലേ? എന്നാ പിന്നെ വേഗം പഠിച്ചോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മള് വേറൊരു ടോപ്പിക്കും ബാക്കിയില്ലല്ലോ. നീ എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ സർ, അരോമാറ്റിസിറ്റി ഒക്കെ എങ്ങനെയാ? അരോമാറ്റിസിറ്റി അല്ലേ അജ്മൽ സാർ എടുത്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നത്? അതിന്റെ വീഡിയോ കണ്ടില്ലായിരുന്നാ? ഇല്ല, ഫോണ് അപ്പൊ അമ്മ നോക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
അത് ഒന്ന് സാറിന്റെ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. അജ്മൽ ഓക്കെ സർ. AJT കെമിസ്ട്രി എന്നുള്ള സാറിന്റെ യൂട്യൂബ് ചാനലില് അത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. റെക്കോർഡിംഗ് ഇടാം, റെക്കോർഡിംഗ് ഗ്രൂപ്പിലിടും. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്തോ പ്രശ്നം പറ്റിപ്പോയി. ഇന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിൽ എന്തായാലും ഇടും. നോ പ്രോബ്ലം. ഓക്കെ, ശരി.